പിടിപിടിച്ചാൽ എന്നെ വീണ്ടും വല്ലാത്ത സ്ഥലത്തായിരിക്കും പിന്നെ കടിക്കുന്നത്. പിന്നെ അത്രയും കടി കടിച്ചിട്ട് പോലും ആ പട്ടിയെ പിന്നെ കഴുത്തിൽ നിന്ന് വിടാതെ അച്ചായൻ ആ പട്ടിയെ കൊന്നതിനോട് എനിക്ക് ആ അച്ചായനോടാണ് ഏറ്റവും നന്ദി പറയാനുള്ളത്. പട്ടിയെ കീഴ്പ്പെടുത്തി അദ്ദേഹത്തിന് മാരകമായിട്ട് കൈയിലും കാലിലും ഒക്കെ കടി കൊണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യം കൊണ്ട് ആ പട്ടിയെ കീഴ്പ്പെടുത്താൻ പുള്ളി പിന്നെ പേപ്പട്ടിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പുള്ളി ആ പട്ടിയെ കീഴ്പ്പെടുത്തി അതിനെ ഞെരുക്കി വെച്ച് കൊന്ന് എടുത്ത് കളയുകയാണുണ്ടായത്. ഇന്നലെ 10 മണിക്ക് ഞാൻ കാപ്പി കുടിക്കാനായിട്ട് ഇവിടെ ഇരുന്ന് കാപ്പി കുടിക്കാൻ ഭാവിച്ച് ഒരു ദോശ എടുത്ത് ഇച്ചിരി മുറിച്ച് വയലോട്ട് വെച്ച് അപ്പോഴത്തേക്ക് ഒരു പട്ടി ചാടി വന്ന് റോഡിൽ നിന്ന് വന്ന് കടയ്ക്ക് അകത്ത് കയറി ഞാൻ ഇരിക്കുന്നിടത്ത് കയറി എന്നെ കടിക്കുമായിരുന്നു. അപ്പോൾ കടിച്ചെന്ന് പറഞ്ഞാൽ വലിയ കടിയായി. കാലിന് കടിച്ച് ആദ്യം, പിന്നെ ഇടത്തെ കൈക്കെല്ലാം കടിച്ച്, പിന്നെ വലത്തെ കൈ കടി തുടങ്ങി. അവിടെ വെച്ച് പട്ടിയെ പിടിച്ച് അമർത്തി ബട്ടലിക്ക് പിടിച്ച് പിന്നെ ഒങ്ങാക്കി പിടിച്ച് വെള്ളം താത്ത് അമർത്തി അവിടെ വെച്ച് പട്ടി ചത്തതിന് ശേഷം സമയം കുറേ എടുത്ത് ചാവുന്നതിനും വരെ ഞാൻ പിടിവിട്ടില്ല. അങ്ങനെ ചത്തതിന് ശേഷം പിടിവിടുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ ആളുകളൊക്കെ കൂടി വന്നു. പിന്നെ ഉടൻ തന്നെ ആശുപത്രി ഒട്ടാരെ കൊണ്ടുപോയി ഇഞ്ചക്ഷനോടൊക്കെ എടുത്ത് കയ്യിലെല്ലാം ഇട്ട് ഒക്കെ അവിടുന്ന് വന്നത്. പിന്നെ 12 മണിയായി ഇവിടെ എത്തിയപ്പോൾ ആശുപത്രി. ഒരുപാട് കടിച്ചു മുറിച്ചില്ല, എന്നിട്ടും വിട്ടില്ല. വിട്ടില്ല. അല്ല, അതിപ്പോൾ പിന്നെ പിടിച്ച് പിന്നെ അത് പിടിപിടിച്ചാൽ എന്നെ വീണ്ടും വല്ലാത്ത സ്ഥലത്തായിരിക്കും പിന്നെ കടിക്കുന്നത്. ഇത് പിന്നെ എന്താ, ഞാൻ ഇരുന്നത് ആയതുകൊണ്ട് വന്ന വാക്കിന് ഇരുന്ന കൂടെ തന്നെ കടി കിടക്കുന്നത്. അങ്ങ് പിടിച്ചൊരാളായി ആത്മധൈര്യത്തിന്. അന്നേരത്തെ അതെ. അന്നേരം അതങ്ങ് മരണപ്പോഴുള്ള എനിക്ക് കടിയെല്ലാം അരപ്പെല്ലാം കൂടെ കയറി. പിന്നെ ഒന്നും നോക്കിയില്ല, പിടിച്ച് ഒതുക്കി. പിന്നെ പിടിവിട്ടില്ലെന്ന് മാത്രം. കടി ഇടത് കൈയിൽ 2 സൈഡും, വലത് കൈ അകത്തും പുറത്തും, പിന്നെ കാലിൻ്റെ മുട്ട്, ഇടത്തെ കാലിൻ്റെ മുട്ട്. അത്രയേ ഉള്ളൂ. ഈ 3 ഭാഗത്തേ ഉള്ളൂ കടി ഏറ്റത്. അപ്പം അച്ചായൻ ഇന്നലെ ഒരു ധീരമായ പ്രവൃത്തിയാണ് കാണിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കടിച്ചിട്ട് പട്ടി ഇങ്ങനെ ഓടി വരുന്ന സമയത്ത് 3-4 പേർ ആക്രമിച്ച് പട്ടി ഇവിടെ വന്ന സമയത്ത് ഇദ്ദേഹം ആ പട്ടിയെ കീഴ്പ്പെടുത്തി അദ്ദേഹത്തിന് മാരകമായിട്ട് കൈയിലും കാലിലും ഒക്കെ കടി കൊണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യം കൊണ്ട് ആ പട്ടിയെ കീഴ്പ്പെടുത്താൻ പുള്ളി ആ പിന്നെ പേപ്പട്ടിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പുള്ളി ആ പട്ടിയെ കീഴ്പ്പെടുത്തിയെങ്കിൽ ആ പട്ടി പോയിട്ട് ഒരുപാട് പേരെ ആക്രമിക്കുകയും ഒരുപാട് പേർക്ക് കടികളുടെ സാഹചര്യമൊക്കെ ഉണ്ടായേനെ. അപ്പം പുള്ളിയുടെ ആത്മധൈര്യത്തെ നമ്മൾ ഒരുപാട് പ്രശംസിക്കുന്നു. അപ്പം ഒരു നല്ലൊരു പിന്നെ അച്ചായനൊക്കെ ഒരുപാട് പിന്നെ പട്ടിയെ അച്ചായനെ ആക്രമിച്ചെങ്കിൽ പോലും അച്ചായൻ്റെ ആത്മധൈര്യം നമ്മൾ ഒരിക്കലും പിന്നെ വിസ്മരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 86 വയസ്സുള്ള അദ്ദേഹമാണ്. 86 വയസ്സുള്ള അദ്ദേഹം ആ പട്ടിയെ കീഴ്പ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ആരോഗ്യമുള്ള ഒരു പിന്നെ പട്ടിയാണ്. അപ്പോൾ അത് നല്ല ആരോഗ്യമുള്ള പട്ടി. അച്ചായൻ മാരകമായിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും പിന്നെ സ്റ്റിച്ചാണ്. ശരീരഭാഗങ്ങളിൽ തുരുതുര കടിച്ചു പറിച്ചിട്ട് അത് സ്റ്റിച്ചിട്ടേക്കുക. അപ്പോൾ അതെല്ലാം അച്ഛൻ അവഗണിച്ച് ആ പട്ടിയെ കീഴ്പ്പെടുത്തി. അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഈ നായുടെ ആക്രമണം കേൾക്കേണ്ടി വന്നേനെ. നമ്മളൊക്കെ പറയാനുള്ളത്. പൊടിയൻച്ചാൻ്റെ കടയിൽ ചെന്നപ്പോൾ പൊടിയൻച്ചാനെ കടിച്ചിട്ട് പോലും പൊടിയൻച്ചാൻ ആ അത്രയും കടി കൊണ്ടിട്ട് പോലും ആ പട്ടിയെ ഞെരിച്ച് കൊന്നു. കാരണം ആ ഒരു കഴിവ്, ഇത് നമ്മളീ കടിച്ചതിനെക്കാട്ടി എല്ലാം നമുക്ക് ഒരു സന്തോഷം. ഈ നാടിനെ രക്ഷിച്ചത് പൊടിയൻച്ചാനാണ്. കാരണം ഈ അച്ചായൻ്റെ ഒരു കഴിവ്, ഈ 85 വയസ്സിലും ഈ അച്ചായൻ എത്രയോ ജനങ്ങളെ രക്ഷിച്ചെന്നേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഈ 3 ചെന്ന് കഴിഞ്ഞിട്ടും അച്ചായൻ അത്രയും കടി കടിച്ചിട്ട് പോലും ആ പട്ടിയെ പിന്നെ കഴുത്തിൽ നിന്ന് വിടാതെ അച്ചായൻ ആ പട്ടിയെ കൊന്നതിനോട് എനിക്ക് ആ അച്ചായനോടാണ് ഏറ്റവും നന്ദി പറയാനുള്ളത്. എല്ലാ നാട്ടുകാരോടും അച്ചായനോട് തന്നെ നന്ദി പറയാം. ഒരു മനുഷ്യനല്ലല്ലോ അച്ചായൻ. അങ്ങനെയുള്ള കാര്യം പിടിക്കത്തില്ല നമ്മള്. പക്ഷെ അച്ചായൻ്റെ ഒരു കഴിവ് സമ്മതിക്കാനേ പറ്റൂ. കാരണം അത്രയും കടിച്ചിട്ടും അച്ചായൻ ആ പട്ടിയുടെ പിടിവിട്ടില്ലല്ലോ. അത് സമ്മതിക്കാനേ പറ്റും അച്ചായനെ. കാരണം അച്ചായൻ ആ ഉടുത്തിരുന്ന മുണ്ടനെല്ലാം അങ്ങ് ചോരയും അതും വെച്ചോണ്ട് എന്താ നമ്മളായാലും ഇപ്പോൾ 1-2 കടി കടിക്കുമ്പോൾ നമ്മളായാലും ഒരു രക്ഷപ്പെടാനും നോക്കും, അല്ലെങ്കിൽ നമ്മള് കഥ പടക്കി എന്തെങ്കിലും ചെയ്യും. പക്ഷെ അച്ചായൻ ആ പിടിവിടാതെ അതിനെ കൊന്നെന്നുള്ളതാണ്.